ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെങ്ങന്നൂരിൽ നിന്ന് മാത്യു ജോസഫ് ബജാജ് എക്സ് ഡീസൽ ഓട്ടോറിക്ഷ സ്പ്രിങ് മാറി യാത്രാസുഖം കൂട്ടുവാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ചെങ്ങന്നൂർ ടു എറണാകുളമാണ് വന്നിരിക്കുന്നത്. എൻ്റെ ലൊക്കേഷൻ എറണാകുളം ഇടപ്പള്ളിയാണ് കേട്ടോ എൻ്റെ ലൊക്കേഷൻ. അപ്പോൾ അതെ നോക്കിയേ, അതെ മാത്യു ജോസഫ് എന്നല്ലേ പേര്? മാത്യു ജോസഫ്. വീട് എവിടെയായിട്ട്? ചെങ്ങന്നൂർ എവിടെയായിട്ട്? പ്രാവൻകൂട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വർക്ക് ചെയ്യേണ്ടത് എങ്ങനെ മനസ്സിലാക്കി? യൂട്യൂബിൽ അല്ലേ? നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന ആളാണ്. അതെ, മാത്യു ജോസഫിൻ്റെ കൂട്ടുകാരൻ. പേരെന്ന് പറഞ്ഞോ? മഹാദേവ് എന്ത് ചെയ്യാണ്? +2 അല്ലേ? അപ്പം മാത്യു ജോസഫിൻ്റെ ഒപ്പം കൂടെ വന്നാളല്ലേ, ലോങ് യാത്രയ്ക്ക് ഒരു കൂട്ടായിട്ട് അല്ലേ? അപ്പം മാത്യു ജോസഫിൻ്റെ വണ്ടി ഒന്ന് നോക്കിയേ, ബജാജ് എക്സ് ഡീസൽ ഓട്ടോറിക്ഷ. പുതിയ വണ്ടിയാണ് കേട്ടോ. എത്ര കിലോമീറ്റർ ഓടി മാത്യു ജോസഫ്? 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ ഫുൾ ഡോറാണ് കേട്ടോ. ഫുൾ ഡോറല്ല, ഹാഫ് ഡോറ് ഡിക്കിയൊക്കെ ഉണ്ട്. അതായത് ഡിക്കി ലോക്കൊക്കെ വെച്ചിട്ട് നല്ല അടിപ്പനായിട്ടാണ് കേട്ടോ പണിതേണത്. ഇത് എവിടെയാണ് പണിതത്? ചങ്ങനാശ്ശേരി പണിത വർക്കാണ് കേട്ടോ. അപ്പോൾ പേര് വന്നിരിക്കുന്നത് മാതാവ്, അനിലാമോൾ, അനീറ്റാമോൾ. അതാരാ? മക്കളാണോ? മക്കളെന്ത് ചെയ്യണ്? അതെ അല്ലേ? ഓ. അപ്പോൾ അതെ കാറിൻ്റെ സീറ്റാണ് കേട്ടോ കയറ്റിയേക്കണത്. അതെ അല്ലേ? ഇത് കയറ്റിയിട്ട് സുഖമില്ല അല്ലേ? ഇത് ഏത് കാറിൻ്റെ? ഇത് ഹോണ്ട സിറ്റിയുടെ സീറ്റാണ് കേട്ടോ. ഫ്രണ്ടിലെ സീറ്റ് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ സീറ്റ് വർക്ക് കാര്യങ്ങൾ ഇത്രയും ചെയ്തിട്ടും ഓടിക്കാൻ സുഖമില്ല, യാത്രാസുഖം കുറവെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നേക്കണത്. പേര് ഞാൻ വീണ്ടും മറന്നുപോയി. പേരെന്ന് പറഞ്ഞാൽ മാത്യു ജോസഫ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെ നമ്മളിപ്പോൾ മാറാൻ പോണ സ്പ്രിങ് ഇതാണ് കേട്ടോ. ഇത് ബാക്ക് സ്പ്രിങ് ആണ് കേട്ടോ ഇത് വന്നത്. അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് സ്പ്രിങ്, പിന്നെ ഷോക്ക് അബ്സറിൻ്റെ മുകളിൽ പറഞ്ഞ 2 നെറ്റ്. അപ്പോൾ നിലവിലിപ്പോൾ ഇതിൻ്റെ ആക്ഷൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മാത്യു വണ്ടി ഒന്ന് നാട്ടിയേ, ഇവിടെ കാട്ടിക്കോ, പേടിക്കണ്ട. അതെ അല്ലേ? കണ്ട ഇപ്പോൾ ഇത്രയും ആട്ടം കിട്ടണത് എന്താണെന്നറിയാമോ മാത്യു? ഈ ബോഡി വെയ്റ്റും വന്നറിഞ്ഞ കൊണ്ടാണ് ഇത്രയും ആട്ടം കിട്ടുന്നത്. ബോഡി വെയ്റ്റും കൂടി ഇല്ലെങ്കിൽ ഇത്രയും കിട്ടൂല. അപ്പം നമ്മുടെ സ്പ്രിങ് കൂടി കയറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിളാവും ആക്ഷൻ. പിന്നെ ഫ്രണ്ട് മാറുന്നുണ്ട് കേട്ടോ. അതെ അല്ലേ? അതെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ അവസ്ഥ. പിന്നെ ബാക്ക് ഞാൻ ഷോക്ക് അബ്സറിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം. മാത്യു ഒന്ന് ആട്ടിയേ. ഓക്കെ മതി. ഇതാണ് കേട്ടോ ബാക്ക് ഷോക്ക് അബ്സറിൻ്റെ അവസ്ഥ. അതായത് നമ്മുടെ സ്പ്രിങ് മാറുന്നതിന് മുൻപുള്ള കമ്പനി വന്നിരിക്കുന്ന സ്പ്രിങ്ങിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ എന്തായാലും 3 വീലിൻ്റെ സ്പ്രിങ് മാറാട്ടോ. സ്പ്രിങ് മാറിയിട്ട് മാത്യു ജോസഫ് ഓടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ എന്തെങ്കിലും പറയണ്ട? അതെ അല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ ആണെങ്കിൽ പണി ഓക്കെ ആണെങ്കിൽ. അതെ അല്ലേ? എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ നിങ്ങളുടെ? 126 കിലോമീറ്റർ അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയില്ല കേട്ടോ. അവർക്ക് തിരിച്ച് അത്രയും കിലോമീറ്റർ തിരിച്ച് ഓടി പോകേണ്ടതല്ലേ. അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് ഫ്രണ്ട് വീല് സ്പ്രിങ് മാറാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്ക് മാറാം. 3ൻ്റെയും കൂടി വർക്ക് ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തീരും കേട്ടോ. ഓക്കെ, തുടങ്ങാം നമുക്ക്. തുടങ്ങാം. അതുപോലെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടാ. അപ്പോൾ ഇത് ഷോക്ക് അബ്സർ അടക്കം കേട്ടോ സ്പ്രിങ് മാറുന്നത്. ഷോക്ക് അബ്സർ ഇതാണ്. ഷോക്ക് അബ്സറിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതാണ് കേട്ടോ ഷോക്ക് അബ്സർ, പുതിയ ഷോക്ക് അബ്സറാണ്. അപ്പോൾ ഇതിൻ്റെ കമ്പനി വന്ന ഷോക്ക് അബ്സറും സ്പ്രിങ്ങൊക്കെ മാറും കേട്ടോ. അങ്ങനെ ഫ്രണ്ട് വീല് ഷോക്ക് അബ്സർ ആൻഡ് സ്പ്രിങ് അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പ്രിങ് മാറും, ഷോക്ക് അബ്സർ ഇത് തന്നെ ഇടും. കണ്ടോ ബാക്കിലാണ് ജാക്കി കൊള്ളിച്ചേക്കണത്. ബാക്കിൽ ജാക്കി കൊള്ളിച്ചിട്ട് കുറച്ച് പൊക്കിയിട്ടാണ് സ്പ്രിങ് അഴിച്ചെടുത്തത്. നമുക്ക് ഈ സ്പ്രിങ് ഇട്ടിട്ട് സെറ്റ് ചെയ്യാം. ബജാജ് എക്സ്
ഡീസൽ ഓട്ടോ. അപ്പോൾ നമ്മൾ സ്പ്രിങ് മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള സ്പ്രിങ് ഇട്ട് ഷോക്ക് അബ്സർ പഴയത് തന്നെ കേട്ടോ. സ്പ്രിങ് മാത്രമേ മാറിയിട്ടുള്ളൂ. കണ്ട, ഇതാണ് കമ്പനി വന്ന സ്പ്രിങ്. ഇത് നമ്മൾ മാറി ഈ രീതിയിലാക്കിയിട്ടാ. ഇപ്പോൾ ഫ്രണ്ട് സ്പ്രിങ് മാറിയപ്പോൾ ശരിക്കും ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട് കുറച്ച് പൊങ്ങിയായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത് കമ്പനി സ്പ്രിങ് ആയപ്പോൾ അല്ലേ. ഇപ്പോൾ കുറച്ച് താന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ബാക്ക് സ്പ്രിങ് കൂടി മാറുമ്പോൾ ബാക്ക് കുറച്ച് പൊങ്ങും, ഹൈറ്റ് പൊങ്ങും. അപ്പോൾ മിക്കവാറും ഒരേ ലെവലിൽ വണ്ടി വരും. അപ്പോൾ എന്തായാലും ബാക്ക് സ്പ്രിങ്ങും കൂടി മാറാം. ഫ്രണ്ട് സ്പ്രിങ് മാറിയതിന് ശേഷം ബാക്ക് ലെഫ്റ്റ് സൈഡ് സ്പ്രിങ്ങും മാറി. വേണ്ട, ഈ സ്പ്രിങ് വേണ്ട കമ്പനി വന്ന സ്പ്രിങ് വേണ്ട. കമ്പനി വന്ന സ്പ്രിങ് മാറ്റി നമ്മുടെ കയ്യിലുള്ള സ്പ്രിങ് ഇട്ട് ഷോക്ക് അബ്സറും മാറിയിട്ടുണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡ്. ഇനിയിപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് മാറാം. റൈറ്റ് സൈഡ് മാറിയിട്ട് വണ്ടിയുടെ ആക്ഷനും കാര്യങ്ങളൊക്കെ നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് ബാക്ക് സ്പ്രിങ് സെറ്റ് ചെയ്യാൻ പോണേ കേട്ടോ. എന്താ അപ്പോൾ ഷോക്ക് അബ്സർ ഇടുന്നതിന് മുമ്പ് ഒരു 1/2 ഇഞ്ചിൻ്റെ നെറ്റ് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്താ എന്നിട്ട് വേണം സ്പ്രിങ് സെറ്റ് ചെയ്യാൻ. എന്താ ഇല്ല ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. കഴിക്കാൻ പോയോ? നീ അടിയിലെ നെറ്റും ബോൾട്ടും മുകളിലെ നെറ്റും ഇട്ടിട്ട് റൈറ്റ് സൈഡ് ഷോക്ക് അബ്സർ സെറ്റ് ചെയ്യാം. 3 സൈഡും സ്പ്രിങ് മാറിയിട്ടാ. മാത്യു ജോസഫ് ഒന്ന് നാട്ടി കൊടുത്തേ നോക്കട്ടെ. അടിപൊളി. എങ്ങനെയുണ്ട്? അടിപൊളി. അടിക്കോ? അതല്ലേ. പിന്നെ ഫ്രണ്ട് ഒന്നാക്കിയേ മാത്യു. ഫ്രണ്ടും അടിപൊളി. അതെ, ഓക്കെ. ഫ്രണ്ട് കുറച്ചുകൂടി ഇരിക്കും കേട്ടോ. അപ്പോൾ ആക്ഷൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒന്നുകൂടി ഒന്ന് ആട്ടണം കേട്ടോ ഞാൻ പറയുമ്പോൾ. ഒരു മിനിറ്റ് ഞാൻ പറയാം. ആട്ടിയേ ആട്ടിയേ അടിപൊളി. ഒന്നും പറയാനുള്ള. അപ്പം നമുക്കൊന്ന് ഓടിച്ചു നോക്കിയല്ല. ഓടിച്ചു നോക്കിയിട്ട് ഓടിച്ച് കഴിഞ്ഞതിന് ശേഷം അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. മാത്യു ജോസഫ് എടുത്തോ. ഇതിങ്ങനെ ഒരു റൗണ്ട് എടുത്തോ. ഇപ്പൊ തന്നെ വ്യത്യാസം അറിയുണ്ടാവും അല്ലേ. അപ്പൊ നമുക്കൊന്ന് റോട്ടിലൊന്ന് ഓടിച്ചു നോക്കാം. അപ്പൊ എന്തായാലും നമുക്കൊന്ന് റോട്ടിൽ ഓടിച്ചു നോക്കാം കേട്ടാ. റോട്ടിൽ ഓടിച്ച് നോക്കിക്കഴിഞ്ഞ ശേഷം അഭിപ്രായം പറയണേ. അതിന് പറയാനായിട്ടില്ല, നമ്മൾ ഓടിച്ചില്ലല്ലോ, റൗണ്ടല്ലേ എടുത്തിട്ടുള്ളൂ. സന്തോഷം നോക്കിയ മാത്യു, സന്തോഷം നോക്കി. പോട്ടെ പോട്ടെ പോട്ടെ. ഇനി എവിടെ ചവിട്ടൊന്നും വേണ്ട കേട്ടാ. ഗട്ടറൊന്നും ചവിട്ടണ്ട, എടുത്ത് അലക്കി പോയിക്കോ. നേരെ പോയിക്കോ. ഗട്ടറൊന്നും ചവിട്ടണ്ട, എല്ലാ ലെവലിൽ ആ സ്പീഡിൽ തന്നെ പോയിക്കോട്ടെ. അവിടുന്ന് ലെഫ്റ്റ് ഇട്ടാ. ലെഫ്റ്റ്. ഞാൻ മുകളിൽ ചെന്നിട്ട് ലെഫ്റ്റ്. അവിടുന്ന് ലെഫ്റ്റ്
ലെഫ്റ്റ് എവിടെയും ചവിട്ടണ്ട, നല്ല സ്പീഡിൽ പോയിക്കോട്ടെ. കട്ടിട്ട റോഡാണത്, ടൈലിട്ട റോഡിൽ പോകുമ്പോ അറിയാലോ. ആ എവിടെയും ചവിട്ടണ്ട, ആ ലെവലിൽ അങ്ങോട്ട് പോട്ടെ. എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? അടിപൊളി. 100%. നമുക്ക് ഇവിടെ വളക്കാല, ഇവിടെ വളക്കാല. എങ്ങനെയുണ്ട് ബാക്കിൽ ഇരുന്നിട്ട്? എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്. അല്ലേ, വ്യത്യാസമല്ലേ? നല്ല വ്യത്യാസമുണ്ട്. ഇങ്ങോട്ട് വന്നതിനെക്കാട്ടും നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ മാത്യു ജോസഫിന് ഹാപ്പി ആയിട്ടാ. എന്തായാലും നമുക്ക് വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് കൂടുതൽ അഭിപ്രായങ്ങൾ മാത്യു ജോസഫിനോട് ചോദിച്ച് മനസ്സിലാക്കാം. 3 സൈഡും സ്പ്രിങ് മാറി, ബാക്കിൽ ഷോക്ക് അബ്സറും സ്പ്രിങ്ങും മാറി, ഫ്രണ്ടിൽ സ്പ്രിങ് മാത്രം മാറിയിട്ടുള്ളൂ. അപ്പോൾ ഓടിക്കാൻ പോയാർന്നിട്ടാ. അപ്പോൾ മാത്യു ജോസഫിൻ്റെ അഭിപ്രായം ഒന്നുകൂടി നമുക്കൊന്ന് ചോദിക്കാം. മാത്യു ജോസഫ് എങ്ങനെയുണ്ട്? 100%. വിശ്വസിക്കാം. അതല്ലേ, 110. 110 കൊടുക്കണോ? 110 കൊടുക്കണോ? 10 മേളിൽ വരും. ഈ വണ്ടിക്ക് അനങ്ങാത്ത ഒരു വണ്ടിയായിരുന്നു. അതല്ലേ, ആടുന്ന ഒരാള് കണ്ടോ? അതെ നാട്ടിയെ ഒരു കൈക്ക് പിടിച്ച അള്ളിയ ആട് കണ്ടോ? വലിയ ആനയും കൊണ്ട് വളം വലിക്കുന്നവരെ. അതല്ലേ, ഹാപ്പി അല്ലേ? ഹാപ്പി. ഇപ്പൊ ഇങ്ങോട്ട് വന്ന പോലെ അല്ല, അങ്ങോട്ട് ഭയങ്കര സന്തോഷം. ഭയങ്കര ഹാപ്പി. അപ്പൊ ഇവിടം വരെ വന്നതിൽ പ്രയോജനമായി അല്ലേ? ഇവിടെ മനസ്സിന് ഒത്തിണങ്ങിയ പണിയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അല്ലേ? അപ്പൊ ആക്ഷനൊക്കെ കിട്ടി, അടിപൊളി സന്തോഷമായില്ലേ? പിന്നെ അതുപോലെ തന്നെ മാത്യു ജോസഫ് നമ്മ കൊറിയറായിട്ട് നമ്മ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ സ്പ്രിങ്. വേണ്ടവര് അഡ്രസ്സൊക്കെ തന്നു കഴിഞ്ഞാൽ കൊറിയർ അയച്ചു കൊടുക്കും. അപ്പോൾ അവിടെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊടുത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. പറ്റാവുന്നത് ഇവിടെ വരിക, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ 100ക്ക് എത്ര ശതമാനം കൊടുക്കുക? 10%. പിന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ഇടപ്പള്ളിയാണ്. ഇങ്ങനെ ഓക്കെയല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് വർക്ക്? എങ്ങനെയുണ്ട് ബാക്കിൽ ഇരുന്നിട്ട്? എങ്ങനെയുണ്ട്? അതല്ലേ, അടിപൊളിയല്ലേ? അതല്ലേ. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോവുമായി ഉടൻ വരുന്നതാണ്. മുനീർ ഓട്ടോക്കാരൻ. ചടമുടക്ക് 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 ഓട്ടോനേലും റോൾസ് റോയ്സ് ബെൻസിനും മുന്നിലവൻ ഇവരെ പായിച്ചെന്റെ കൈ കുടിഞ്ഞു നടുവൊടിഞ്ഞു എന്നാലും എൻ ജീവൻ ഇവൻ.